വേണ്ടി നിലപാടുകൾ എടുക്കാൻ ഒരു ദൈവ പൈതൽ തയ്യാറായാൽ, മക്കളെ വിശ്വസിച്ചോ, ബാക്കി നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ കാൽവെപ്പുകളും നിയന്ത്രിക്കേണ്ടത് കർത്താവിന്റെ ഉത്തരവാദിത്വം, ദൈവത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറും. ഇന്നോളം നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന മേഖലകളിലും ഒരു കൃത്യമായ ഒരു നിലപാട്, ദൈവരാജ്യത്തിന് വേണ്ടി ഒരു നിലപാട് നമ്മൾ എടുത്താൽ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരു നിലപാടെടുത്താൽ, വിശ്വാസ ജീവിതത്തിന് ഒരു നിലപാടെടുത്താൽ, ആ നിലപാട് ദൈവരാജ്യത്തിലായിരിക്കാനുള്ള ഒരു നിലപാടാണെങ്കിൽ പിന്നെ നീ കാലെടുത്ത് വെക്കുന്ന ദേശത്ത്, നീ കാലെടുത്ത് വെക്കുന്ന മേഖലകളിൽ ദൈവം നിന്നെ സംരക്ഷിക്കും, ദൈവം നിന്നെ വഴി നടത്തും. ദൈവത്തിനറിയാം പിന്നെ നിന്നെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ജോഷുവയുടെ പുസ്തകം അതിന്റെ 24-ാം അധ്യായം 14-15 വായിച്ചു. 14. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും, വാക്കുകൾ ശ്രദ്ധിക്കുക, ആത്മാർത്ഥതയോടും, കാപട്യത്തോടെ അല്ല, രണ്ടു വഞ്ചിയിൽ കാല് വെച്ചിട്ടല്ല, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുക സാധ്യമല്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പറ്റില്ല. ആത്മാർത്ഥത, സത്യസന്ധത, കാപട്യമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന്, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ മറ്റൊന്ന് അല്ല. ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടത്തെ സേവിക്കുകയും ചെയ്യുവിൻ. പിന്നെയോ, ഈജിപ്തിലും നദിക്കക്കരയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഡിസൈഡ് ടുഡേ ഇറ്റ്സെൽഫ്. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ തീരുമാനിക്കുവിൻ. എന്നിട്ട് ജോഷുവ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതല്ല പ്രശ്നം. ബാക്കിയുള്ള എല്ലാ ഗോത്രങ്ങളും അവർ ഇഷ്ടത്തിന് പോയാലും ആ ദേശത്തിന്റെ, ഈജിപ്ത് ദേശത്തിന്റെ ദേവനെ സേവിച്ചാലും ജോഷുവ പറഞ്ഞു, ഇന്ന് തീരുമാനിക്കണം, ഇപ്പൊ തീരുമാനിക്കണം, നിങ്ങൾ ആരെ സേവിക്കും. പക്ഷെ ഞാൻ പറയുന്നു, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. കേട്ടോ, കൃത്യമായ നിലപാട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റമൊന്നുമില്ല. ഒരു യൗവനത്തിൽ പ്രിയപ്പെട്ടവർ നമുക്കുണ്ടായിരിക്കേണ്ട നിലപാട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി പുള്ളി ചലിക്കാത്ത ഒരു നിലപാട്. ആര് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി, അവരോടുള്ള സമർപ്പണത്തെ പ്രതി ഒരു യൗവനത്തിൽ എടുക്കുന്നുണ്ടോ, മക്കളെ ഉറപ്പിച്ചോ, നിന്റെ യൗവനം മാത്രമല്ല, നിന്റെ കുടുംബം, നിന്റെ മുന്നോട്ടുള്ള ജീവിതം, നിന്റെ വാർദ്ധക്യം, നിന്റെ തല നിറയ്ക്കുമ്പോഴും നീ മരണത്തോളം കീഴടങ്ങുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേലുള്ള സംരക്ഷണം ഉറപ്പിക്കും. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ആയാലും കൂട്ടുകാരനായാലും കൂട്ടുകാരിയായാലും അപ്പനായാലും അമ്മയായാലും പ്രിയപ്പെട്ടവരെ, നിലപാടുകൾക്ക് മാറ്റമുണ്ടാകരുത്. അങ്ങനെ നിലപാടുകൾ എടുക്കുന്നവരെയാണ് സുവിശേഷത്തിൽ കർത്താവ് ഏറ്റെടുക്കുന്നത്. അവരെയാ കർത്താവിന് അഭിഷേകം ചെയ്യാൻ പറ്റും. വിശുദ്ധ ജീവിതത്തിന്റെ കൃത്യമായ നിലപാടുണ്ടാകണം. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ഇത് വചനമാ, ഇതൊരു നിലപാടോ. ഈ നിലപാടുണ്ടാകണം. അതാണ് വിശുദ്ധ മരിയാകുരത്തി 13 വയസ്സ് പ്രായത്തിലും മരിയാകുരത്തി എടുത്തൊരു നിലപാടുണ്ട്. ആയുസ്സല്ല വലുത്, വിശുദ്ധിയാണ് വലുത്. ഇതാണ് നിലപാട്.